ആമേൻ. ലൂക്കോസ് സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന തിമായിയുടെ മകനായ ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടൻ യേശു വരുന്നു എന്നറിഞ്ഞിട്ട് താൻ നിലവിളിക്കുവാനിടയായി. യേശു ആരെന്ന് തനിക്ക് മനസ്സിലായി. യേശുവിനെ എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് തനിക്ക് മനസ്സിലായി. ആ മനസ്സിലാക്കിയവൻ മൗനമായിരിക്കാതെ അവിടെ നിലവിളിക്കുവാനിടയായി. നിലവിളിച്ചപ്പോ വചനം പറയുന്നു, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു, മുൻ നടന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. മുമ്പേ നടന്നവര്, മുൻ നടക്കുന്നവര്, അവന് മുമ്പേ ഇറങ്ങിയവര്, നീ മിണ്ടരുത്, മിണ്ടരുത്, ശബ്ദിക്കരുത് എന്നു പറഞ്ഞ് സീനിയോറിറ്റി ഉള്ളവരെല്ലാം അവനെ ശാസിച്ചു. അവനോ മിണ്ടാതെ ഇരിക്കാതെ അവൻ ഉറക്കെ വിളിക്കുവാനിടയായി. ഇന്നു പകൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ വിളിക്കരുത്, നമ്മൾ പ്രാർത്ഥിക്കരുത്, നമ്മൾ ശുശ്രൂഷിക്കരുത്, നമ്മൾ പ്രസംഗിക്കരുത്, നമ്മുടെ ശബ്ദം പുറത്തു വരരുത്, നമ്മൾ ആർക്കും അനുഗ്രഹമായി തീരരുത്, നമ്മൾ ഒരിടത്തും ദൈവത്താൽ ഉപയോഗിക്കപ്പെടരുത് എന്നു പറഞ്ഞു പലരും നമ്മളെ ശാസിക്കും, പലരും നമ്മളെ ബന്ധിക്കാൻ നോക്കും, പലരും നമ്മളെ അപമാനിക്കാൻ നോക്കും. നിന്നെ കരയിപ്പിച്ചവരുടെ നടുവില്, നിന്നെ അപമാനിച്ചവരുടെ നടുവില്, നിന്റെ ശബ്ദം പുറത്തു വരാൻ അനുവദിക്കാതെ വണ്ണം ബൈൻഡ് ചെയ്യാൻ നോക്കിയവരുടെ നടുവില്, നിന്നെ ഒതുക്കാൻ നോക്കിയവരുടെ നടുവില്, നിന്നെ തീർക്കാൻ നോക്കിയവരുടെ നടുവില്, അവിടെ തലയ്ക്കുമീത് നിന്റെ ശബ്ദത്തെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ആര് നിന്നെ ഒതുക്കാൻ നോക്കിയോ, ആര് നിന്നെ അപമാനിക്കാൻ നോക്കിയോ, ആര് നിന്നെ തീർക്കാൻ നോക്കുന്നുവോ, ആര് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നുവോ, അവരുടെ തലയ്ക്കുമീത് ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിലെ ദൈവം ഒരു കഴുകനെ പോലെ നിന്നെ പറത്തുന്നൊരു ദിവസമുണ്ടെന്ന് ഇന്നു പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ. ഈ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത്, ഈ പട്ടണത്തിന്റെ നടുവില്, ഈ പട്ടണത്തിൽ വച്ച് തന്നെ സ്വർഗത്തിലെ ചില വിടുതലുകൾ ഇന്നു പകൽ ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ഇത് അവനെ അമർച്ച ചെയ്യാൻ നോക്കിയവരുടെ നടുവിൽ അവൻ അമർന്നു പോകില്ല, അവൻ ഒതുങ്ങിപ്പോയില്ല, അവന്റെ ശബ്ദം നിലച്ചില്ല. പക്ഷേ ആ കഴിവുള്ളവരാ അവനെ ശാസിക്കാൻ നോക്കിയത്, സീനിയോറിറ്റി ഉള്ളവനാ അവനെ ഒതുക്കാൻ നോക്കിയത്, ആംബിയർ ഉള്ളവരാ അവനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയത്. പക്ഷേ അവന്റെ ശബ്ദം, ആ കുരുടന്റെ ശബ്ദം, ആ വിഷക്കാരന്റെ ശബ്ദം അവരുടെ ശബ്ദത്തിന് മുകളിലെത്തിയപ്പോ അത് യേശുവിന്റെ ചെവിയിലെത്തി. യേശു നിന്നു. ഇന്നു പകൽ നമുക്ക് വേണ്ടി യേശു കർത്താവ് നിൽക്കാൻ പോകുകയാ. എല്ലാവരും നിന്നെ ഒതുക്കുമ്പോ ഇന്നു പകൽക്കാലം ആരുടെ കയ്യിലും ഒതുങ്ങാത്തവൻ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരാൻ പോകുകയാ. എല്ലാവരും നിന്നെ തീർക്കാൻ നോക്കുമ്പോ അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി സ്വർഗം ചലിക്കാൻ പോകുകയാ. എല്ലാവരും നിന്നെ കുഴിയെടുത്ത് കുഴിക്കകത്തിട്ട് മണ്ണിട്ട് മൂടാൻ നോക്കുമ്പോ അതിൽ നിന്ന് കരം തന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരുവൻ വരാൻ പോകുകയാ. ഇന്നു പകൽ ആ കർത്താവ് ഇന്നു പകൽ നിന്നെ ആമേൻ സ്തോത്രം ഈ പട്ടണത്തിൽ തന്നെ ഉയർത്താൻ പോകുന്നു. എത്ര പേർ ചേർന്ന് ആമേൻ പറയാ? ഇന്നു പകൽ അവിടെ പലരും വിളിച്ചിട്ട് നിൽക്കാതെ, ആ കുരുടൻ വിളിച്ചപ്പോ, മുടന്തൻ വിളിച്ചപ്പോ, ആ ഭിക്ഷക്കാരൻ വിളിച്ചപ്പോ യേശു കർത്താവ് നിന്നിട്ട് അവനെ വിളിക്കാൻ പറയുകയാ. എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, യേശു കർത്താവിന്റെ അടുത്ത് വരാൻ ഇവനൊരു ക്വാളിറ്റി ഇല്ല, യേശു കർത്താവിന്റെ അടുക്കൽ വരാൻ ഇവനൊരു ഒന്നുമില്ല. പക്ഷേ യേശുവിന്റെ അടുക്കൽ ഇവനെ എത്തിച്ചു. യേശു കർത്താവ് വിളിച്ചാൽ പിന്നെ ആരും നിന്നെ ഒതുക്കി നിർത്തത്തില്ല. ഹല്ലേലൂയ. ഇന്നു പകൽക്കാലം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആമേൻ. എൻ്റെ വേദനകൾ അറിഞ്ഞിട്ട്, എൻ്റെ കഷ്ടതകൾ അറിഞ്ഞിട്ട്, എൻ്റെ പ്രതികൂലങ്ങൾ അറിഞ്ഞിട്ട്, എൻ്റെ ഇല്ലായ്മകൾ അറിഞ്ഞിട്ട്, എൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞിട്ട് എന്നെ ആരും വിളിച്ചില്ലല്ലോ, എന്നെ ആരും അന്വേഷിച്ചില്ലല്ലോ, എൻ്റെ വീട്ടിൽ ആരും വന്നില്ലല്ലോ, എന്നെക്കുറിച്ച് ആരും തിരക്കിയില്ലല്ലോ, എന്നെക്കുറിച്ച് ആരും ഒന്നും ചോദിച്ചറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാ, നിന്നെ ആരും വിളിച്ചില്ലെങ്കിലും വിളിക്കുന്ന ഒരുവനിതോ എഴുന്നള്ളിയിട്ടുണ്ട്. കർത്താവ് നിന്നെ വിളിച്ചാൽ സകലരും നിന്നെ വിളിക്കും. യേശുവിന്റെ അടുക്കൽ അവൻ എത്തിച്ചപ്പോ അവനോട് യേശു കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം? 1000 ചോദ്യങ്ങളുമായിട്ടായിരിക്കാം ഇതിനകത്തിരിക്കുന്നത്.
ഇന്ന് പകൽ തുടർന്നുള്ള ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോ നിങ്ങളുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് കർത്താവ് ഇവിടെ നിന്ന് പോകാനല്ല, ചോദ്യങ്ങൾക്കൊരു മറുപടിയുമായിട്ടാണ് ഇന്ന് പകൽ കർത്താവ് വന്നിരിക്കുന്നത്. തുടർന്നുള്ള ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോ 1000 ചോദ്യങ്ങൾക്ക് 1000 ഉത്തരം തന്നെന്റെ ദൈവം നിന്നെ വിടുകയല്ല. 1000 ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം തരും. 1000 പേരുടെ വായും ഒറ്റ ദിവസം കൊണ്ട് അടയും. 1000 ചോദ്യങ്ങൾക്ക് 1000 ഉത്തരം തരാൻ എന്റെ ദൈവത്തിന് മനസ്സില്ല. 1000 ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരം. 1000 പേരുടെ വായി ഇന്നൊരു പകൽക്കാലം അടയും കേട്ടോ. കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് ഇടം വലം വിടാതെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ, എന്തുകൊണ്ട് നിനക്കിങ്ങനെ, എന്തുകൊണ്ട് നിന്റെ തലമുറയ്ക്കിങ്ങനെ, എന്തുകൊണ്ട് നിന്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ, എന്തുകൊണ്ട് നിന്റെ ഭവനത്തിൽ ഇങ്ങനെ, എന്തുകൊണ്ട് നിന്റെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെ, എന്തുകൊണ്ട് നിന്റെ സാമ്പത്തിക മണ്ഡലത്തിൽ ഇങ്ങനെ, എന്തുകൊണ്ട് നിന്റെ ശരീരത്തിന് ഇങ്ങനെ എന്ന് ആമെ ചോദിച്ച് ഇടം വലം വിടാതെ 1000 ചോദ്യങ്ങൾ ചോദിച്ചാരുടെ മുമ്പിൽ ആമെ തലകുന്നൂർത്ത് നടക്കാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും ഇന്നു പകൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഇന്നു പകൽ സ്വർഗം ഒരൊറ്റ ഉത്തരം തരാൻ പോകുകയാണ്. ആ ഒറ്റ ഉത്തരം കൊണ്ട് 1000 പേരുടെയും ചോദ്യങ്ങൾ അടയാൻ പോകുകയാ. എത്ര പേര് ചേർന്ന് ആമേൻ പറയും? എനിക്ക് കാഴ്ച വേണം, എനിക്ക് കാഴ്ച വേണം. ഓരോരുത്തര് നിങ്ങൾ ഇവിടെ ഇരുന്ന് ദൈവത്തോട് പറയുക, ഇത്രയും പേര് ഇവിടെ വന്നല്ലോ, തുടർന്നുള്ള ശുശ്രൂഷയുടെ നടുവിൽ നിങ്ങളുടെ മനസ്സറിഞ്ഞ് ദൈവാത്മാവ് ശുശ്രൂഷിക്കാൻ പോവുക. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിച്ചു തുടങ്ങുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ആമേൻ നമ്മളൊന്നും ചിന്തിച്ച പോലെയല്ല ഇവിടെ നടന്നത്. ഈ ആഴ്ച അതിനപ്പുറമായി ചില അത്ഭുതങ്ങൾ നടക്കും. ചില രോഗികൾ സൗഖ്യമാകും, ചില പൈശാചിക മണ്ഡലങ്ങൾ അലറിയോട്, ചില പാരമ്പര്യ ശക്തികൾ ഉടഞ്ഞു മാറും. എത്ര വർഷം കൊണ്ട് നമ്മുടെ മേൽ അധികാരം പറയുന്നതാണെങ്കിലും ഇന്ന് പകലൊരു ശമനമുണ്ട്.